ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പണിപ്പുരയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, നമ്മളങ്ങനെ ഒരുപാട് വാങ്ങിച്ച് വെക്കാറില്ല. അപ്പോൾ അതെല്ലാം നമ്മളൊരു ഒരു സിപ്പ് ലോക്കിൻ്റെ കവറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. അതെനിക്ക് മുന്നേ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. റീസെൻ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണത്. അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നെല്ലാം മാറ്റിയിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സിപ്പ് ലോക്കിൻ്റെ കവർ ഇവിടെ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം സെപ്പറേറ്റ്, തക്കാളി, വഴുതനങ്ങ, അങ്ങനെ ഓരോന്നെല്ലാം കൂടെ ഞാൻ സെപ്പറേറ്റ് അതിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഈ 50 പൈസയുടെ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ പച്ചക്കറി സൂക്ഷിക്കുന്നതിനെക്കാട്ടിലും ലോങ് ലാസ്റ്റും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടും നമ്മൾക്ക് ഇങ്ങനത്തെ സിപ്പ് ലോക്കിൻ്റെ കവറിൽ പച്ചക്കറി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പം അങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കിടന്നു. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണണോട്ടെ. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സ് നമ്മളുടെ മരത്തിൻ്റെ ജനലും വാതിലും അതുപോലെ തന്നെ നമ്മളുടെ സോഫയൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല കുട്ടി ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് തന്നെ ജനലും ഒക്കെ ഞാൻ തൂത്തു. ജനലിലെ പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ തൂത്തു. ഒരുപാട് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അധികം കുറച്ച് നാൾ മുന്നാണ് ഞാൻ തൂത്തത്, അതുകൊണ്ട് അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള പൊടി ഞാൻ ആ ബ്രഷ് വെച്ചിട്ടങ്ങ് തൂത്തു. വാതിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് അവിടെ കുറച്ച് മാറാല കണ്ടത്. അപ്പം നമ്മളുടെ മാറാലക്കോലൊന്നും ഒടിഞ്ഞു പോയില്ല. അപ്പം ഞാൻ നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലായതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെ ഞാൻ മാറാലയൊക്കെ തൂത്തു. ഇതാവുമ്പം മേലെ ഇങ്ങനെ വളഞ്ഞും പൊളിഞ്ഞൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവില്ലല്ലോ. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ മാറാലയൊക്കെ തൂത്ത് വൃത്തിയാക്കി. പിന്നെ ഞാൻ ഈ വാതിലിലോട്ട് കടന്നു. വാതിലിൽ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് പൊടി തൂത്ത് കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരുന്നു. ഞാൻ സാധാരണ പണ്ട് ചെയ്യാറുള്ളത് ജനലിൽ നമ്മൾ കമ്പി തുടക്കില്ലേ, വെള്ളം നനച്ചിട്ട് തുണി, അതേപോലെ തന്നെയാണ് ഞാൻ വാതിലും തുടയ്ക്കാറുള്ളത്. ഒരു തുണി വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ തുടച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ സംഭവം. ഇത് വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% എഫക്റ്റീവാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. നമ്മളുടെ വാതിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യില്ലേ, നമ്മൾ പോളിഷ് ചെയ്ത പോലത്തെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. മരത്തിൻ്റെ അൽമാരിയുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. അവിടെ നിൽക്കുക, വെയിറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാനിത് തൂത്തപ്പം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. പണ്ട് ഭംഗിക്ക് വേണ്ടി മണിച്ചിത്രത്താഴിൻ്റെ വാതിലെന്നൊക്കെ പറഞ്ഞ് പണിത് വെച്ച സാധനമാണ് ഇത്. കാണാനൊക്കെ ലുക്കുണ്ട്, പക്ഷെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒടുക്കത്തെ പാടാണെന്ന്. അതിൻ്റെ വിടവിലൊക്കെ എപ്പോഴും ആ വിടവിലിട്ട് തോണ്ടുമ്പോൾ ആ ഒരു മയിലില്ലേ, എൻ്റെ കൈമേ ഇടിച്ച് എൻ്റെ കൈ എപ്പോഴും എനിക്ക് വേനെടുക്കും. ആ മയിലിന് എന്നോട് എന്തോ ഒരു ശത്രുതയുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ യൂസ് ആക്കാത്ത ഏതെങ്കിലും ബ്രഷ് വെച്ചിട്ട് അത് മൊത്തത്തിൽ നമ്മളതിൽ ഉരച്ചു കൊടുക്കുക. നമ്മളുടെ ഇപ്പം വാതിലാണെങ്കിൽ വാതിൽ, ജനലാണെങ്കിൽ ജനൽ. അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു ഷൂ പോളിഷ് എടുത്ത് അതുമ്മ ഒരു തുണി ചുറ്റിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല രീതിക്ക് നമുക്ക് ചെളിയൊക്കെ അടപടലങ്ങനെ തൂത്തുവാരി നമ്മൾ പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെ പോവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. കാരണം അറ്റ് എ ടൈം ഞാൻ അതിൻ്റെ ഷോർട്സും കൂടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്സിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2 വാതിലും തമ്മിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണും. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ജനലിലും കൂടി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്യണതാണ്. വാതിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു. കാരണം നല്ല പണിയുണ്ടായിരുന്നു ആ വാതിലിൽ. പ്ലെയിൻ വാതിലാണെങ്കിൽ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. നല്ല ടയേർഡായി. പിന്നെ ഇനി എനിക്ക് പണിയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കട്ടെ. പിന്നെ ഈ മേശയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനും ഞാൻ മറ്റേ കോലിൻ ആ ലിക്വിഡില്ലേ അത് തന്നെ യൂസ് ആക്കണേ. നല്ല രീതിക്ക് ചെളിയും പൊടിയെല്ലാം പോകുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗം വിട്ടു പോകാറുണ്ട്. പണ്ട് ഞാനും വിട്ടു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് കഷ്ടപ്പെട്ട് സൂക്ഷിച്ചൊക്കെ പിടിക്കണം കേട്ടോ. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ വീട്ടിൽ കയറണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെ അതെല്ലാം സൂക്ഷിച്ച് ഞാൻ ചെയ്തു. അത് മറന്നു പോരുത് കേട്ടോ. പണ്ട് ഞാൻ ആ സംഭവമൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നല്ല രീതിക്ക് പൊടിയുണ്ടാവും. അങ്ങനെ അവിടെയും ഞാൻ നല്ല ക്ലീൻ ചെയ്തു കുട്ടപ്പനാക്കി. പിന്നെ ഞാൻ മിക്കപ്പോഴും മൈൻഡ് ചെയ്യാതെ വിട്ടുപോകുന്ന സാധനങ്ങളാണ് ഇതേ ഇരിക്കുന്നത്. ഈ സെറ്റിയുടെ 2 കസേരയും അപ്പുറം സെറ്റിയും കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവരെ മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന്
ഞാൻ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി. എന്നിട്ട് ആ മരത്തിൻ്റെ അവിടെയൊക്കെ നമുക്ക് ആ വിടവിലും ഒക്കെ പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആ പൊടിയൊക്കെ തൂത്ത് കളഞ്ഞു. എനിക്ക് വയ്യാണ്ടായി, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ അവിടെയൊക്കെ മറ്റേ ആ ഒരു ട്രിക്കും കൂടെ പരീക്ഷിക്കണമെന്നുണ്ട്. അത് ഓരോ ദിവസമായിട്ട് ചെയ്യണം, അപ്പോൾ നല്ല കുട്ടപ്പനായിട്ട് അവിടെ ഇരുന്നോളൂ. അങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മാറാലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് വേഗം 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 ഞാനിത് തൂത്തെടുത്തു. പിന്നെ നമ്മൾ മിക്കവരും ഇവിടെ ക്ലീൻ ചെയ്യാറില്ലല്ലോ, ആ ഇരിക്കുന്ന ആ സോഫേൻ്റെ അവിടെ ക്ലീൻ ചെയ്യാറില്ലല്ലോ. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കുക, ഇളം ചൂട് ആക്കുക. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു തുണി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് അതിൽ തൂത്ത് കൊടുക്കുക. നമ്മളത് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പഴയ കളറൊക്കെ കിട്ടും. ഒറ്റ യൂസ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരൊറ്റ യൂസിൽ നമ്മൾക്ക് അതിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് വരും. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേക്കിംഗ് സോഡയുടെ ഫാനാണ് കേട്ടോ ഇപ്പോൾ. കാരണം എവിടെ ഇട്ടിട്ട് ആ സംഭവം വൃത്തിയാക്കിയാലും നല്ല അടിപൊളിയായിട്ട് ചെളിയൊക്കെ പോയിട്ട് അങ്ങ് വെട്ടിത്തിളങ്ങാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. കുറച്ച് ചൂടുവെള്ളം, ബേക്കിംഗ് സോഡ, ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ്, ഇത് തുണിയിൽ മുക്കിയിട്ട് അതിലിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ 2 കുട്ടികൾ മാത്രമല്ല, ഈ ഒരു അമ്മക്കുട്ടിയും കൂടി ഉണ്ട്. ഇതിനെയും കൂടി ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെയും ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വലിച്ചെടുത്ത് മാറ്റി. മറ്റേതിനെ ചെയ്ത പോലെ തന്നെ പൊടിയൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞു. ബാക്ക് സൈഡിലും പൊടി ഉണ്ടായിരുന്നു, ആ പൊടിയെല്ലാം ഞാനെടുത്ത് കാട്ടിക്കളഞ്ഞു. പിന്നെ ഇവൻ്റെ മെയിലും ഇതേപോലെ തന്നെ ഞാൻ ആ ഒരു ലിക്വിഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് നമുക്ക് ചെളി പോകും. ആദ്യം തന്നെ നമ്മളെ പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടില്ലേ, കളർ തുണി അല്ലാണ്ട് വെള്ളത്തുണി വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തത്. ഒരു വെള്ളത്തുണി വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ബേക്കിംഗ് സോഡയും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നല്ല രീതിക്ക് ചെളിയൊക്കെ പോയിട്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ പൊടി ഉണ്ടായിരുന്നു, അതൊന്ന് അടിച്ച് തൂത്തിട്ട് വേഗം എനിക്കൊന്ന് തുടച്ചും കൂടി ഇടണം. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. തുടച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കും. പിന്നെ വൈകുന്നേരം ഞാൻ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം. ഉച്ചക്കലത്തേക്ക് കോവയ്ക്കൊക്കെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സെറ്റിയിൽ കിടന്ന മറ്റേ സംഭവം ഞാൻ അലക്കാനിട്ടു, അതുകൊണ്ട് വേറെ എടുത്തിട്ടു. ഇതിപ്പം പഴയതാണ് കേട്ടോ, കുറേ വർഷങ്ങൾക്ക്. ഈ സെറ്റി മേടിച്ച സമയത്ത് എന്തോ ഉള്ള ഇതാണിത്. അപ്പോൾ മറ്റേത് അലക്കാനിടുന്ന സമയത്ത് മാത്രമേ ഇത് എടുത്തിടുള്ളൂ. കാരണം ഇതൊക്കെ കുറേയൊക്കെ കീറിയതാണ്, ഒരു സ്റ്റെപ്പിന് പോലെ വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാം വിരിച്ച് സെറ്റ് ചെയ്തു. കണ്ട, ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല. ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ മടി കാരണം എനിക്ക് പറ്റണില്ല. വൈകുന്നേരം ലോറേനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ ചായ കുടിക്കണതാണ്. ഇതുണ്ടല്ലോ ഒരു സ്റ്റഫ്ഡ് ബജിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിൻ്റെ വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പോയി അതൊന്ന് കാണണം കേട്ടോ. അങ്ങനെ ഞാൻ ലോറിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇതൊക്കെ തിന്നൊന്ന് ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.